പ്രിപ്പയർ ചെയ്യുന്ന രണ്ടാമത്തെ മെത്തേഡാണ് നമ്മൾ പഠിക്കുന്നത്. രണ്ടാമത്തെ മെത്തേഡ് അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. എന്താണ് അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്? ആൽക്കൈൽ ഹാലൈഡിലേക്ക് അമോണിയ ആഡ് ചെയ്യുമ്പോൾ അമോണിയ ഒരു ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യുന്നു. ഇത് മാത്രവുമല്ല, ഇത്തരത്തിലുള്ള ന്യൂക്ലിയോഫൈൽ ആൽക്കൈൽ ഹാലൈഡിലേക്ക് അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടെ കാർബൺ ഹാലജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യപ്പെടുന്നു. ഇങ്ങനെയുള്ള റിയാക്ഷനെയാണ് അമോണോളിസിസ് എന്ന് വിളിക്കുന്നത്. The reaction is a nucleophilic substitution reaction in which ammonia acts as a nucleophile and it displaces the halogen atom. The process of cleavage of the CX bond by ammonia is called ammonolysis. ഇവിടെ കാർബൺ ഹാലജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിന് കാരണം അമോണിയ ഒരു ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത്തരം റിയാക്ഷൻസിനെ അമോണോളിസിസ് റിയാക്ഷൻസ് അല്ലെങ്കിൽ അമോണോളിസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ അമോണോളിസിസ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് അമീൻസിനെ പ്രിപ്പയർ ചെയ്യുക എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ന്യൂക്ലിയോഫൈലായിട്ട് അമോണിയയെ കൺസിഡർ ചെയ്തിരിക്കുന്നു. NH3 എന്നതാണ് അമോണിയയുടെ ഫോർമുല അല്ലേ. അപ്പോൾ അമോണിയയിൽ നൈട്രജനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കാണാം. ഇവ അൺഷെയർഡ് ഇലക്ട്രോൺ പെയേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ അമോണിയ ഒരു ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യുന്നു. ദിസ് അമോണിയ അണ്ടർഗോ റിയാക്ഷൻ വിത്ത് RX ഓർ ആൽക്കൈൽ ഹാലൈഡ്. എന്താ സംഭവിക്കുക എന്ന് നോക്കൂ. അമോണിയ ആൽക്കൈൽ ഹാലൈഡിലേക്ക് അറ്റാക്ക് ചെയ്ത് കാർബൺ ഹാലജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ഈ റിയാക്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദിസ് റിയാക്ഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ എ സീൽഡ് ട്യൂബ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 373 കെൽവിൻ. ഒരു സീൽഡ് ട്യൂബിൽ ഏകദേശം 373 കെൽവിൻ ടെമ്പറേച്ചറിലാണ് ഈ റിയാക്ഷൻ നടത്തുന്നത്. ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമോണിയം സോൾട്ട് ഉണ്ടാകുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമോണിയം സോൾട്ട് എന്ന് പറയുമ്പോൾ RNH2X. ഇവിടെ കാർബൺ ഹാലജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യപ്പെടുകയും RNH2X എന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിനെന്താണ് വിളിക്കുക? സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമോണിയം സോൾട്ട്. ഇങ്ങനെ അമോണോളിസിസ് വഴി ഉണ്ടായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമോണിയം സോൾട്ടിൽ നിന്നും നമുക്ക് പ്രൈമറി അമീനെ വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമോണിയം സോൾട്ടിലേക്ക് എക്സസ് എമൗണ്ട് ഓഫ് അമോണിയ ആഡ് ചെയ്യുമ്പോൾ ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ നടക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഇവിടെ പ്രൈമറി അമീൻ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം RNH2 + X- undergo reaction with ammonia. It is a reversible reaction and form primary amine. അപ്പോൾ ഇത്തരത്തിൽ അമോണോളിസിസ് നടത്തി കിട്ടുന്ന സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമോണിയം സോൾട്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രൈമറി അമീനെ വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഇങ്ങനെ ഉണ്ടാകുന്ന പ്രൈമറി അമീനിൽ നിന്നും സെക്കൻഡറി അമീനും ടേർഷ്യറി അമീനും നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്ന് നോക്കൂ. പ്രൈമറി അമീൻ അണ്ടർഗോ റിയാക്ഷൻ വിത്ത് ആൽക്കൈൽ ഹാലൈഡ് ഓർ RX. പ്രൈമറി അമീനിലേക്ക് എക്സസ് എമൗണ്ട് ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുക? പ്രൈമറി അമീൻ അണ്ടർഗോ റിയാക്ഷൻ വിത്ത് ആൽക്കൈൽ ഹാലൈഡ്. പ്രൈമറി അമീനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ മാറി പകരം R ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആവുന്നു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് സെക്കൻഡറി അമീൻ കിട്ടുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന സെക്കൻഡറി അമീനിലേക്ക് വീണ്ടും ആൽക്കൈൽ ഹാലൈഡ് ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡറി അമീനിലെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു ആൽക്കൈൽ പാർട്ട് വരികയും അങ്ങനെ ടേർഷ്യറി അമീൻ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ അമോണോളിസിസ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടേർഷ്യറി അമീൻ എന്നിവയെ പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ടേർഷ്യറി അമീനിലേക്ക് നമ്മൾ വീണ്ടും ആൽക്കൈൽ ഹാലൈഡ് ആഡ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? നമുക്ക് നോക്കാം. ടേർഷ്യറി അമീനിലേക്ക് വീണ്ടും ആൽക്കൈൽ ഹാലൈഡ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ പിന്നീട് റീപ്ലേസ് ചെയ്യാനായിട്ട് ഹൈഡ്രജൻ ഇല്ല അല്ലേ. സോ ഇറ്റ് റിസൾട്ട്സ് എ ഫോർമേഷൻ ഓഫ് ക്വാട്ടേർണറി അമോണിയം സോൾട്ട്. ടേർഷ്യറി അമീനിലേക്ക് വീണ്ടും ആൽക്കൈൽ ഹാലൈഡ് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളെയാണ് ക്വാട്ടേർണറി അമോണിയം സോൾട്ട്സ് എന്ന് വിളിക്കുന്നത്. ക്വാട്ടേർണറി അമോണിയം സോൾട്ട്സ് എന്ന് പറയുമ്പോൾ R4N + X- എന്ന ഈ കോമ്പൗണ്ടുകളെ ക്വാട്ടേർണറി അമോണിയം സോൾട്ട്സ് എന്ന് വിളിക്കാവുന്നതാണ്. അമോണോളിസിസ് എന്ന റിയാക്ഷനിൽ നമ്മൾ പറഞ്ഞു അമോണിയ ഒരു ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യുകയും അമോണിയം സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഒരു സോൾട്ട് ഉണ്ടാവുകയും ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന അമോണിയം സബ്സ്റ്റിറ്റ്യൂട്ടഡ് സോൾട്ടിൽ നിന്നും നമുക്ക് അമീനെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കൂ. The free amine can be obtained from ammonium salt when it undergo reaction with a strong base.
ഇവിടെ ഒരു സ്ട്രോങ് ബേസ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്താലും നമുക്ക് ഫ്രീ പ്രൈമറി അമീൻ ലഭിക്കും. റിയാക്ഷൻ നോക്കാം. RNH3+X- എന്ന് പറയുന്നത് അമോണിയം സോൾട്ട് ആണ്. ഇവിടെ ഉണ്ടാകുന്ന അമോണിയം സോൾട്ട് അണ്ടർഗോ റിയാക്ഷൻ വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ എന്താണ് സംഭവിക്കുക നോക്കൂ. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന സ്ട്രോങ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് RNH2 അഥവാ പ്രൈമറി അമീൻ ഉണ്ടാകുന്നു. ഇതോടൊപ്പം തന്നെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വാട്ടർ മോളിക്യൂളും സോഡിയം ഹാലൈഡും ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു മെത്തേഡ് ബേസ് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് അമോണിയം സബ്സ്റ്റിറ്റ്യൂട്ടഡ് സോൾട്ടിൽ നിന്നും പ്രൈമറി അമീനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്താണ് ഈ മെത്തേഡിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്? അമോണോളിസിസ് എന്ന മെത്തേഡിൻ്റെ ഒരു പ്രധാന ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വി ആർ ഗെറ്റിംഗ് എ മിക്സ്ചർ ഓഫ് പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടേർഷ്യറി അമീൻ ആൻഡ് ഓൾസോ ക്വാട്ടേർണറി അമോണിയം സോൾട്ട്. പ്രൈമറി അമീൻ്റെയും സെക്കൻഡറി അമീൻ്റെയും ടേർഷ്യറി അമീനിൻ്റെയും അതോടൊപ്പം തന്നെ ക്വാട്ടേർണറി അമോണിയം സോൾട്ടിൻ്റെയും ഒരു മിക്സ്ചറാണ് അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ് എന്ന റിയാക്ഷൻ്റെ ഫലമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അമീൻസിനെ പിന്നീട് സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈ മെത്തേഡിൽ നമുക്ക് പ്രൈമറി അമീനെ ഒരു മേജർ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ദ പ്രൈമറി അമീൻ ഈസ് ഒബ്റ്റൈൻഡ് ആസ് എ മേജർ പ്രൊഡക്റ്റ് ബൈ യൂസിങ് എക്സസ് എമൗണ്ട് ഓഫ് അമോണിയ. അമോണിയം സബ്സ്റ്റിറ്റ്യൂട്ടഡ് സോൾട്ടിലേക്ക് എക്സസ് എമൗണ്ട് ഓഫ് അമോണിയ ആഡ് ചെയ്തെടുക്കുക വഴി നമുക്ക് പ്രൈമറി അമീനെ മേജർ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. പ്രൈമറിയും സെക്കൻഡറി ടേർഷ്യറി അമീനെ പ്രിപ്പയർ ചെയ്തെടുക്കാമെങ്കിലും പ്രൈമറി അമീനെ ഒരു മേജർ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ഒരു പ്രത്യേക മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള അമീൻസിനെ പറ്റി ചിന്തിക്കുമ്പോൾ, അമീൻസിൻ്റെ റിയാക്ടിവിറ്റിയെ പറ്റി ചിന്തിക്കുമ്പോൾ ദ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ഹാലൈഡ്സ് വിത്ത് അമീൻസ്, ഈ അമീൻസ് ഏതൊക്കെ ഹാലൈഡുകളായിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത്, എന്താണ് അവരുടെ റിയാക്ടിവിറ്റി ഓർഡർ എന്നുകൂടെ ഓർത്തിരിക്കണം. RI is greater than RBr is greater than RCl. ആൽക്കൈൽ അയഡൈഡുകൾ ആണ് ഏറ്റവും കൂടുതൽ ഈസിലി ആയിട്ട് അമീൻസുമായിട്ട് റിയാക്ട് ചെയ്യപ്പെടുന്നത്. പിന്നീട് ആൽക്കൈൽ ബ്രോമൈഡുകൾ, ആൽക്കൈൽ ക്ലോറൈഡുകൾ എന്നിവ.